കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉത്തരേന്ത്യയിൽ അതിശൈത്യം നല്ല രീതിയിലുണ്ട്. ദില്ലി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഭയങ്കര അതിശൈത്യമാണെന്ന് മനസ്സിലാക്കുന്നു. റെഡ് അലർട്ട് അടക്കം അവിടെ പ്രഖ്യാപിച്ചിട്ടാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും ഇന്നലെ കാഴ്ചപരിധി 100 മീറ്ററിലായിരുന്നു. ഇപ്പോൾ മാത്രമല്ല 100 വായു മീറ്ററിലും അധികം. ഗുണനിലവാര സൂചികയും വളരെ താഴോട്ട് എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നോബിളുണ്ട് വിവരങ്ങളുമായി. നോബിള, നിലവിലെ ഒരു സാഹചര്യം എന്താണ്? നിലവിൽ ദില്ലിയിലും ഒപ്പം ഉത്തരേന്ത്യയിലും ശക്തമായ മൂടൽമഞ്ഞാണ് അനുഭവപ്പെടുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ദില്ലി, അതോടൊപ്പം തന്നെ പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് പുലർച്ചെ 4 മുതൽ 10 വരെയുള്ള സമയത്ത് കഴിവതും വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ്. കാഴ്ചാപരിധി വളരെ കുറവാണ്, അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് എത്തിയത്. റെഡ് അലർട്ട് സ്ഥലങ്ങളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേസമയം ഇന്നും ഇപ്പോൾ നിരവധി ട്രെയിനുകളും അതോടൊപ്പം തന്നെ വിമാനങ്ങളും വൈകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ 22-നടുത്ത് ട്രെയിനുകൾ വൈകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് നോർത്തേൺ റെയിൽവേയുടെ ഭാഗത്ത് വരുന്നുണ്ട്. ഔദ്യോഗിക കണക്കല്ല. പക്ഷേ ഇന്നലെ രാത്രി എത്തേണ്ട പല ട്രെയിനുകളും 8-ലധികം വരുന്ന ട്രെയിനുകൾ ഇന്ന് പുലർച്ചെയായിട്ടും ദില്ലിയിലേക്ക് എത്തിയിട്ടില്ല എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം ഈ ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് അല്പം കാഴ്ചാപരിധി ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ 50 മീറ്ററും 100 മീറ്റർ താഴെയുമായിരുന്നു. പക്ഷേ ഇന്നത് 150 മീറ്ററായി ഉയർന്നിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും സർവീസുകൾ കൃത്യമായി നടക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പല യാത്രക്കാരും ഇപ്പോഴും വിമാനത്താവളത്തിൽ ഇരിക്കുന്നുണ്ട് എന്ന് അറിയുന്നു. എന്താണെങ്കിലും മൂടൽമഞ്ഞ് വരും ദിവസം ശക്തി പ്രാപിക്കും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പ്രവചനം. ജനുവരി ആകുമ്പോഴേക്കും തണുപ്പും കൂടാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ദില്ലിയിൽ വായു മലിനീകരണം വളരെ രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. 350-ന് മുകളിൽ, അതായത് വളരെ മോശം അവസ്ഥയിലാണ് വായു ഗുണനിലവാര സൂചിക ഇപ്പോഴും ഉള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ശ്വാസകോശ രോഗങ്ങളുള്ളവർക്കൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ദില്ലിയിലും ഒപ്പം ഉത്തരേന്ത്യയിലും അതിശൈത്യം കനക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 5 ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ദില്ലി, പഞ്ചാബ്, നോബിൾ, ഹരിയാന, നിലവിൽ ചണ്ഡീഗഡ് വാഹന തുടങ്ങിയ നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ദില്ലി കടക്കാനുള്ള സാഹചര്യം എത്രത്തോളമുണ്ട്? ഈ ഒറ്റക്ക രണ്ടക്ക സംഖ്യകളുള്ള വണ്ടികൾ, അവർക്കുള്ള നിയന്ത്രണങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി അവിടെ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ പദ്ധതികൾ, ഏതൊക്കെ രീതിയിലുള്ള നിയന്ത്രണങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക? വായുമലിനീകരണം രൂക്ഷമാവുന്ന മുറയ്ക്ക് എന്താണെങ്കിലും വാഹനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകും. നേരത്തെ തന്നെ ആ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ നവംബർ അവസാനവും അതുപോലെ ഡിസംബർ ആദ്യവുമൊക്കെയായി വലിയ രീതിയിൽ തന്നെ വായു മലിനീകരണം രൂക്ഷമായിരുന്നു. അന്ന് പല നിയമങ്ങളും, പ്രത്യേകിച്ച് ഒറ്റക്ക രണ്ടക്ക തുടങ്ങിയ നിയമങ്ങളൊക്കെ അന്ന് പ്രാബല്യത്തിൽ വന്നിട്ട് പിന്നീട് അത് മാറ്റിയിരുന്നു. അതാണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അതേസമയം മൂടൽമഞ്ഞാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി പറയുന്നത്. അത് ഗതാഗതത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നു. അത് റോഡ്, റെയിൽ, വ്യോമ ഗതാഗതങ്ങളെ ഒരുപോലെ ബാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു എന്ന് തന്നെയാണ്.